നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡ് വലൻസിയയോട് തോറ്റ രാത്രിയിൽ FC ബാഴ്സലോണക്കും വിജയിക്കാൻ കഴിഞ്ഞില്ല. റയൽ ബെറ്റീസിനോട് അവർ സമനിലയിൽ കുരുങ്ങിയിരിക്കുകയാണ്. 1-1 സമനില. ഇതോടുകൂടി റയൽ മാഡ്രിഡിനേക്കാൾ 6 പോയിന്റിന്റെ ലീഡിലേക്ക് പോകാനുള്ള സുവർണാവസരമാണ് ബാഴ്സ കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അവർക്ക് 4 പോയിന്റിന്റെ ലീഡുണ്ട്. നിലവിൽ 30 മത്സരങ്ങൾ കഴിയുമ്പോൾ 67 പോയിന്റാണ് FC ബാഴ്സലോണക്കുള്ളത്. 30 കളികളിൽ നിന്ന് 63 പോയിന്റാണ് ഇപ്പോൾ റയൽ മാഡ്രിഡിനുള്ളത്. ഏതായാലും ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ലീഡ് വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ കൈവിട്ടു പോയിരിക്കുന്നത്. കളിയിൽ ബാഴ്സയ്ക്ക് വേണ്ടി ഗാവി ഗോളടിച്ചപ്പോൾ റയൽ ബെറ്റിസിന് വേണ്ടി ബ്രസീലിയൻ താരം നാദാനാണ് ഗോളടിച്ചത്. അങ്ങനെ 1-1 സമനിലയിലാണ് മത്സരം അവസാനിച്ചത്. FC ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ലാമിൻ യമാലും റോബർട്ട് ലെവൻഡോസ്കിയും ടോറസുമാണ് ഇറങ്ങിയത്. റാഫിനയെ ഒരിക്കൽ കൂടി കോച്ച് ഹാൻസി ഫ്ലിക്ക് ബെഞ്ചിലിരുത്തി. കളിയുടെ 7ാമത്തെ മിനിറ്റിൽ ഗവിയിലൂടെ FC ബാഴ്സലോണ ലീഡെടുത്തു. പിന്നെ ഫ്ലിക്കിനൊപ്പം അദ്ദേഹം ആഘോഷിക്കുന്നത് കണ്ടു. കളിയുടെ 17ാമത്തെ മിനിറ്റിൽ റയൽ ബെറ്റീസ് ഗോൾ മടക്കി. ആദ്യ പകുതിയിൽ മിസ്റ്റേക്കുകൾ സംഭവിച്ചു എന്ന് ബാഴ്സയുടെ കോച്ച് തന്നെ കളിക്ക് ശേഷം പിന്നീട് സമ്മതിക്കുകയുണ്ടായി. രണ്ടാം പകുതിയിൽ മാറ്റങ്ങൾ വരുത്തി. മത്സരത്തിൽ റാഫിനയെ കളിക്കളത്തിലേക്ക് വിട്ടു. അങ്ങനെ ചില മാറ്റങ്ങൾക്കുള്ള ശ്രമങ്ങൾ നടത്തി. അതായത് എറിക് ഗാർഷ്യ, റാഫിഞ്ഞ തുടങ്ങിയവരെയൊക്കെ 57ാമത്തെ മിനിറ്റിൽ കോച്ച് കളിക്കളത്തിലേക്ക് വിട്ടിരുന്നു. എന്നാൽ പിന്നീട് ഗോളുകൾ പിറക്കാതായതോടെ 1-1 സമനിലയിൽ മത്സരം അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.